ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ യു എയിൽ ജോലി ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ യു എയിൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ യു എയിൽ ജോലിക്ക് കയറിയിട്ട് ആദ്യത്തെ 6 മാസം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആദ്യത്തെ 6 മാസം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടെർമിനേഷൻ വരെ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താണ് ഈ 6 മാസം എന്നുള്ളത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഈ ആദ്യത്തെ 6 മാസം എന്നുള്ളത് നമ്മൾ കോമൺലി പറയുന്നത് പ്രൊബേഷൻ പീരീഡ് എന്നാണ്. അതായത് നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ 6 മാസം നമ്മുടെ കമ്പനി നമ്മളെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് ഓൾറെഡി യു എയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കാണും. അല്ല, നമ്മൾ പുതിയതായിട്ടാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഐഡിയ ഒന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ഇനി ഈ പ്രൊബേഷൻ പീരീഡ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തപ്പോൾ മുതൽ ആദ്യത്തെ 6 മാസത്തെ ആ ഒരു ടൈം പീരീഡിനെയാണ് ഈ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ കമ്പനി നമ്മളെ കാര്യമായിട്ട് തന്നെ വാച്ച് ചെയ്യും. അതായത് നമ്മളെ കാര്യമായിട്ട് തന്നെ അവർ ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ വർക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ട്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കമ്പനി ചെക്ക് ചെയ്യും. അതിനുശേഷം അതായത് ഈ 6 മാസത്തിന് ശേഷം കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ കറണ്ട് വിസയിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങത്തുള്ളൂ. അതായത് നമ്മൾ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊബേഷൻ പീരീഡ് ഉണ്ടല്ലോ, ആദ്യത്തെ 6 മാസം ഉണ്ടല്ലോ, ആ 6 മാസത്തെയും കൂടെ ഗ്രാറ്റുവിറ്റി ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇല്ല, നിങ്ങളുടെ വർക്കിൽ നിങ്ങളുടെ കമ്പനി സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റൂളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരുവിധ പേയ്മെൻറ്റും കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. അതായത് കമ്പനി നിങ്ങൾക്ക് വേണ്ടി അടിച്ച വിസയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ നിങ്ങൾ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനിക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പം അവർ കോൺട്രാക്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ഓൾറെഡി നമ്മൾ ആ പേപ്പറിലെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ്. പക്ഷേ നമ്മൾ ആ ജോലി കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റിൽ മിക്കവരും തന്നെ ഈ പേപ്പറുകളൊന്നും വായിച്ച് നോക്കാറൊന്നുമില്ല. ഒരു ലോഡ് പേപ്പർ കാണും, ആ പേപ്പറിലെല്ലാം ജസ്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പുതിയൊരു ജോലിക്ക് കയറുകയെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും കോൺട്രാക്ട് പേപ്പറും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ജസ്റ്റ് ആ പേപ്പറൊക്കെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പ്രൊബേഷൻ പീരീഡിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ യു എയിൽ ആദ്യമായിട്ടൊരു ജോലിക്കൊക്കെ കയറി എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പ്രൊബേഷൻ പീരീഡിൽ ലീവോ കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അങ്ങ് പോവുക. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ യു എയിലുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് യു എയിൽ പുതുതായിട്ട് ജോലിക്ക് കയറിയ ഫ്രണ്ട്സും അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.